നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രിഞ്ചാൾ ചട്നി അല്ലെങ്കിൽ ബേങ്കൻ ചട്നിയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാനല്ല ഇത് ചെയ്യുന്നത്, ഏട്ടനാണേ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ റൗണ്ട് വഴുതനങ്ങയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് നാലായിട്ട് കീറിയിട്ട് നമുക്കതിനകത്തേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ആ കീറിയ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കടുകെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഗ്രില്ല് ചെയ്യുന്ന ഇത് വയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പുറത്തേക്ക് ചുമ്മാ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചും മറിച്ച് നന്നായിട്ട് ഇട്ടിട്ട് നമുക്കതിൻ്റെ തൊലി വിട്ട് വരുന്ന പരുവത്തിന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതെ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇതിന് ശേഷം നമ്മൾ തക്കാളി ഇതുപോലെ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് തൊലി വിട്ട് വരുന്ന പരുവത്തിന് തിരിച്ചും മറിച്ചും അങ്ങോട്ടിട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസിനകത്ത് തക്കാളി വിട്ട് പോയതാണേ, തക്കാളി വേണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അതും ഇത് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തൊലി നന്നായിട്ട് നമുക്ക് പിച്ചി എടുത്ത് കളയാം. അപ്പോൾ കരിഞ്ഞില്ലേ തൊലി, അതങ്ങ് മാറ്റുക. പിച്ചി എടുത്ത് നന്നായിട്ട് മാറ്റുക, ക്ലീൻ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 2 ബ്രിഞ്ചാളും 2 തക്കാളിയാണ് ഉപയോഗിച്ചേക്കുന്നത്. 4 എണ്ണവും നമുക്കിതുപോലെ വൃത്തിയാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ ആ അകത്ത് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പം കേട്ടോ. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് കടുകെണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂൺ ജീരകവും ഒരു 3 സവാളയും കൂടി എടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഒരുപാടങ്ങ് വഴണ്ട് ബ്രൗൺ കളർ ആവണ്ട, ഈ പരുവത്തിന് മതി. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് തക്കാളിയും ബ്രിഞ്ചാളും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്മാഷ് ചെയ്ത് എടുക്കണം. നിങ്ങളുടെ ഈ സ്മാഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് അര നാരങ്ങയുടെ നീര് ഒഴിക്കാം. ഇച്ചിരി പുളിയും കൂടി ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അര നാരങ്ങയുടെ നീരും പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബ്രിഞ്ചാൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ വളരെയധികം ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. നോർത്ത് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ചട്നിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്